പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിലെ അർജുന വിഷാദയോഗത്തിലെ 25 ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് 26 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. 26-ാമത്തെ ശ്ലോകം: തത്രാ പശ്യത് സ്ഥിതാൻ പാർത്ഥാഃ പിതॄനധ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീസ്തദാ. 27. ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീറ്റ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. 28. കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. 29. സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷം ച ജായതേ. ഈ 4 ശ്ലോകങ്ങൾ പരസ്പരം ബന്ധമുള്ളതും ഒന്നിച്ച് ചിന്തിക്കപ്പെടേണ്ടതുമാണ്. 26-ാമത്തെ ശ്ലോകം: തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥാഃ പിതॄനധ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീസ്തദാ. 27. ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീറ്റ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. 28. കൃപയാ പരയാവിഷ്ടോ വിഷീദന്തമബ്രവീത് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുൽസും സമുപസ്ഥിതം. 29. സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷം ച ജായതേ. എന്താണ് ഈ 4 ശ്ലോകങ്ങളുടെ ഭാവാർത്ഥം? അർജുനൻ അവിടെ അണിനിരന്നവരായ പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും അമ്മാവന്മാരെയും സഹോദരങ്ങളെയും പുത്രന്മാരെയും പൗത്രന്മാരെയും കൂട്ടുകാരെയും ഭാര്യാപിതാക്കന്മാരെയും സുഹൃത്തുക്കളെയും ഇരുസേനകളിലും കണ്ടു. അനന്തരം ഇരു സൈന്യത്തിലും നിലകൊള്ളുന്ന എല്ലാം തൻ്റെ ബന്ധുജനങ്ങളാണല്ലോ എന്ന ചിന്തയാൽ അർജുനന് വിഷാദമുണ്ടായി. അർജുന വിഷാദയോഗം, ഇതാണ് നമ്മുടെ അധ്യായത്തിൻ്റെ പേര്. അങ്ങനെ അർജുനന് വിഷാദമുണ്ടായി. പരമമായ കൃപയാൽ ആവേശിക്കപ്പെട്ടവനായി തീർന്നു അർജുനൻ. അനന്തരം ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ച് ഒത്തുകൂടിയിരിക്കുന്ന ഈ സ്വജനങ്ങളെ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ശരീരാംഗങ്ങൾ തളർന്നു പോകുന്നു, വായ വറ്റി വരണ്ടു പോകുന്നു, എൻ്റെ ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു. ഇതാണ് ഈ 4 ശ്ലോകങ്ങളുടെ ഭാവാർത്ഥം പറയുന്നത്. അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്: ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ച് ഞങ്ങളെ കൊല്ലുവാൻ വന്നിരിക്കുന്ന ദുഷ്ടബുദ്ധിയായ ദുര്യോധനു വേണ്ടി പ്രവർത്തിക്കുവാനും യുദ്ധം ചെയ്യുവാനും വന്നിരിക്കുന്ന എൻ്റെ ശത്രു സൈന്യത്തെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപമയേ അച്യുത. 2 സൈന്യത്തിൻ്റെയും മധ്യത്തിൽ എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തൂ അർജുന എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് രഥത്തെ എടുത്ത് ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു: അർജുന, നീ നിന്റെ കുരുവംശത്തെ കാണൂ. അവരെ കണ്ടപ്പോൾ ആരൊക്കെ കാണുന്നു? ഇന്നലെ സൂചിപ്പിച്ചു നമ്മൾ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദ്രോണർ, ഭീഷ്മർ, അമ്മാവന്മാര്, അതുപോലെ തന്നെ
സഹോദരന്മാര്, അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ 100 മക്കള്, വളരെ വളരെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ മുന്നിൽ കണ്ടപ്പോൾ പാർത്ഥന്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ സംഘർഷമായിരുന്നു, ഞാൻ ഇനിവരെ കൊല്ലണം? ഇവരൊക്കെ എൻ്റെ ബന്ധുജനങ്ങളാണല്ലോ, ബന്ധുജനങ്ങളോട് ഞാൻ എതിരിടാൻ പാടുണ്ടോ? ഈ കാര്യങ്ങൾ അർജുനന്റെ മനസ്സിനെ വിഷാദമയമാക്കി. എന്നിട്ട് അർജുനൻ പറയുകയാണ് കൃഷ്ണനോട്, ഭഗവാനെ, സീതന്തി മമ ഗാത്രാണി, എൻ്റെ കൈകൾ എന്തു സംഭവിക്കുന്നു? വിറക്കുകയാണ്. മുഖം ച പരിശുഷ്യതി, മുഖം ഒരു ഭാഗത്തേക്ക് കോടിപ്പോയിരിക്കുന്നു. ശരീരത്തിലെ രോമങ്ങൾ മുഴുവൻ തളർന്നു പോയിരിക്കുന്നു. എൻ്റെ തൊണ്ട വറ്റി വരണ്ടിരിക്കുന്നു എന്ന് പറയുന്ന, തുടർന്നങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. കൈകളിൽ നിന്നും ഗാന്ധീവം താഴെ വീഴുകയാണ്. ഇതൊക്കെ നമുക്ക് അടുത്ത ദിവസം വിശദീകരിക്കേണ്ടതാണ്. എന്താണ് ഇവിടെ അർജുനന് സംഭവിച്ചത്? ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? നമ്മൾ ഒരു കർമ്മം ചെയ്യുവാൻ വേണ്ടി അതിൻ്റെ വർക്കിംഗ് പ്ലാൻ മുഴുവൻ തയ്യാറാക്കി ഇറങ്ങി. ഒരു കർമ്മം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കർമ്മത്തെ മുഖാമുഖം കാണുമ്പോൾ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. മുമ്പ് നാട്ടിലൊരു തമാശ ഉണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു, നാട് മുഴുവൻ ഭ്രാന്തൻ നായുടെ ശല്യം. ഭ്രാന്തൻ നായി വരുന്നു, പലരെയും കടിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഒരാൾ അതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഭ്രാന്തൻ നായി വരുമ്പോൾ നമ്മൾ നമ്മുടെ മുണ്ടഴിച്ച് ആ ഭ്രാന്തൻ നായുടെ മുഖത്തേക്ക് എറിയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മുണ്ടുകൊണ്ട് അതിൻ്റെ മുഖവും കണ്ണും മൂടിയിട്ട് അതെവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണ് അപ്പോഴേക്കും നമുക്കതിനെ കല്ലെറിഞ്ഞ് കൊല്ലാം എന്നൊക്കെയായിരുന്നു പദ്ധതി. ഈ സമയത്ത് ആരോ പറഞ്ഞു, പേപ്പട്ടി വരുന്നു. വന്നതും ഈ ഐഡിയ പറഞ്ഞ ആളെ കടിച്ചതും പോയതും ഒന്നിച്ചായിരുന്നു. അപ്പം ആള് ചോദിച്ചു, ആശുപത്രിയിൽ വെച്ച് ആളുകൾ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് ഈ മുണ്ടഴിച്ച് ആ പേപ്പട്ടിയുടെ മുഖത്തേക്ക് ചാടിയിട്ട് അതിനെ നമുക്ക് കല്ലെറിഞ്ഞ് കൊല്ലാം എന്ന്? അപ്പോൾ ഇദ്ദേഹം അതിന് ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, ഇതൊക്കെ മറ്റു പലരുടെയും ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി എൻ്റെ സൗജന്യ ഉപദേശമായിരുന്നു. പക്ഷെ എനിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ ഭ്രാന്തൻ നായിയോട് പെരുമാറണം എനിക്കെന്ന് അപ്പോൾ തോന്നിയിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. ഇതുപോലെ തന്നെയായിരുന്നു അർജുനൻ്റെയും അവസ്ഥ. അർജുനൻ യുദ്ധത്തിന് തയ്യാറായിട്ടാണ് വന്നത്. യുദ്ധം എങ്ങനെയാണെന്നൊക്കെ അർജുനൻ അറിയാം. യുദ്ധത്തിൽ കൊലപാതകം ഉണ്ടാകുമെന്നറിയാം. യുദ്ധത്തിൽ രക്തച്ചൊരിച്ചിലാണ് പ്രധാനമെന്നൊക്കെ അറിയാം. പക്ഷേ യുദ്ധത്തിന് തയ്യാറായി അതിൻ്റെ ആയുധം ധരിച്ചുകൊണ്ട്, അതിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, പടച്ചട്ടകളും രഥങ്ങളും കുതിരകളും കാലാൽപ്പടയും എല്ലാം തന്നെ സൈനികരായി മുന്നിൽ അണിനിരന്ന് നിന്നപ്പോൾ താൻ ചെയ്യേണ്ട കർമ്മം കൊലപാതകമാണല്ലോ ഭഗവാനെ എന്ന ചിന്ത അർജുനന്റെ മനസ്സിൽ വരികയും അത് അർജുനനെ വളരെ വിഷമമുള്ള മനസ്സിനുടമയാക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് കർമ്മത്തെക്കുറിച്ച് സങ്കല്പം മാത്രം പോരാ, ആ കർമ്മത്തെ മുഖാമുഖം അഭിമുഖീകരിക്കുമ്പോൾ അതിനെ ശ്രേഷ്ഠമായി ചെയ്യുന്നവനാണ് വിജയി എന്ന് പറയുന്നത്. കർമ്മത്തെക്കുറിച്ച് എന്തും ആർക്കും സങ്കല്പിക്കാം, സ്വപ്നങ്ങൾ ആർക്കും ഉണ്ടാവും, സങ്കല്പങ്ങൾ ആർക്കും ഉണ്ടാവും. പക്ഷെ ഈ സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും മുഖാമുഖം നേരിടുമ്പോൾ അതിനോട് നാം എങ്ങനെ, പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുമ്പോൾ നാം എങ്ങനെ പെരുമാറുന്നു? അന്യരുടെ വീട്ടിൽ, മരണ വീട്ടിലൊക്കെ നമ്മൾ പോയിട്ട് പല സമാശ്വാസ വാക്കുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു? ആ മരണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? ഇതാണ് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ മുഖാമുഖം കാണുമ്പോഴുള്ള മനുഷ്യന്റെ പെരുമാറ്റത്തെ, അല്ലെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥയുടെ ഫലം എത്രയുണ്ട് എന്ന് പരിശോധിക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല വാക്കുകൾ പറയാം, അവരെ ആശ്വസിപ്പിക്കുവാം, അതിൽ അഭിപ്രായം പറയാം, കുറ്റപ്പെടുത്തലുകൾ നടത്താം, ഒക്കെ ചെയ്യാം.
പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി പ്രയാസമുണ്ടാകുമ്പോൾ അതിനോട് നാം എങ്ങനെ പെരുമാറുന്നു? ഇവിടെ ഹിന്ദുക്കൾ വളരെയേറെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം. കാരണം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചൊരു കാര്യം, കേരള സർക്കാർ പുറത്തുവിട്ട ആത്മഹത്യയുടെ കണക്ക് പ്രകാരം 100 ആത്മഹത്യ നടക്കുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതാണ് ആത്മഹത്യയുടെ റേഷ്യോ. ഇതൊരു സംഘടനയുടെ കണക്കല്ല, സർക്കാരിൻ്റെ കണക്കാണ്. എന്തുകൊണ്ടാണ് ഇത്രയേറെ ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യുന്നത്? ജീവിതത്തിൽ എല്ലാവർക്കും പ്രതിസന്ധിയില്ലേ? മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയില്ലേ? ക്രിസ്ത്യാനികൾക്ക് പ്രതിസന്ധിയില്ലേ? എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാൻ പറ്റാതെ ഹിന്ദു സമൂഹത്തിൽ 95% ആത്മഹത്യ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രതിസന്ധികളെ മുഖാമുഖം കാണുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുവാൻ കയറിനെ ആശ്രയിക്കുന്നു, വിഷത്തെ ആശ്രയിക്കുന്നു, ഞരമ്പ് കട്ട് ചെയ്ത് കളയുന്നു. ഇതാണോ പരിഹാരം? ഇതല്ല പരിഹാരം. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്ന സമൂഹത്തിൽ ഭഗവത്ഗീതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. ഭഗവത്ഗീത മുഴുവൻ പഠിച്ചാൽ ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഭഗവത്ഗീത പകുതി പഠിച്ചാൽ പോലും ആത്മഹത്യ ചെയ്യില്ല. കാരണം ഭഗവത്ഗീത ശക്തിയുടെ സന്ദേശമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ അർജുനൻ തളർന്നു പോയിട്ടുണ്ട്. മുഖാമുഖം തൻ്റെ പിതാമഹനെ കൊല്ലണം, തൻ്റെ കസിൻ ബ്രദേഴ്സിനെ കൊല്ലണം, തൻ്റെ ഗുരുവിനെ കൊല്ലണം. ഗുരുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമായിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ആ ഗുരുവിനെ കൊല്ലണം ശിഖണ്ഡിയെ മുൻനിർത്തി. ഇതൊക്കെ അർജുനൻ അറിയാം. അപ്പോൾ ഈയൊരു പ്രതിസന്ധിയെ മുഖാമുഖം കാണുമ്പോൾ അർജുനൻ്റെ മനസ്സിലുണ്ടായ ചിന്തകളെയാണ് 26 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീത വ്യക്തമാക്കുന്നത് എന്നറിയുക. അടുത്ത ശ്ലോകവും നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.